UDF അധികാരത്തിലേറിയാൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ. UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ക്യാപ്റ്റനായി 3 ദിവസങ്ങളിലായി നടത്തിയ പ്രചരണ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം വടാട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിഹാരമില്ലാതെ തുടരുന്ന വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കാൻ UDF അധികാരത്തിലേറിയാൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് മുന്നോടിയായി UDF കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ക്യാപ്റ്റനായി 3 ദിവസങ്ങളിലായി നടത്തിയ പ്രചരണ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം വടാട്ടുപാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ കുത്തുകുഴിയിൽ നിന്നും ആരംഭിച്ച പര്യടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മലയൻകീഴ്, ചേലാട്, മാലിപ്പാറ, മുത്തംകുഴി, നാടുകാണി, കീരമ്പാറ മേഖലകളിൽ പര്യടനം നടത്തി. പിണറായി സർക്കാരും വനംവകുപ്പും ഇടത് MLAയും നിരന്തരം ജനങ്ങളെ കബളിപ്പിക്കുന്ന പാഴ് പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഇതിന് വമ്പൻ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയതെന്ന് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം പറഞ്ഞു. വടാട്ടുപാറ, ബംഗ്ലാക്കടവ് പാലം, ബ്ലാവന പാലം, ആനക്കയം പാലം, മണികണ്ഠൻചാൽ പാലം, ഇഞ്ചതൊട്ടിപ്പാലം, തങ്കളം കാക്കനാട് നാലുവരിപ്പാത, തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ്, ചേലാട് ഇന്റർനാഷണൽ സിന്തറ്റിക് സ്റ്റേഡിയം, വനാതിർത്തിയിലുള്ള ട്രഞ്ച് നിർമ്മാണം തുടങ്ങിയ ബഹുജന ആവശ്യങ്ങളൊന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പാക്കാൻ കോതമംഗലത്തെ ഇടത് MLAയ്ക്ക് കഴിഞ്ഞില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. സമാപന സമ്മേളനത്തിൽ ജോൺസൺ കാച്ചപ്പള്ളി അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ MS എൽദോസ്, PK മൊയ്തു, ഇബ്രാഹിം കവല, ഭാനുമതി രാജു, പ്രിൻസ് വർക്കി, KP ബാബു, അബു മൊയ്തീൻ, AC രാജശേഖരൻ, AT പൗലോസ്, മാത്യു ജോസഫ്, PC ജോർജ്, ബാബു പോൾ, സക്കറിയ, മേരി കുര്യാക്കോസ്, പീറ്റർ മാത്യു, എൽദോസ് ബേബി, ബിൻസി മോഹനൻ, ജോൺസൺ വടാട്ടുപാറ, സണ്ണി വർഗീസ്, CK സത്യൻ, ജോഷി പൊട്ടക്കൽ, PA പാതുഷ, KE കാസിം, EC റോയ്, കവിത ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.